മദ്യനയ കേസുമായി ബന്ധപ്പെടുത്തി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടിയിൽ രാജ്യം പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് 28 വരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിൽ വിടാനുള്ള കാര്യമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നു. 10 ദിവസത്തെ കസ്റ്റഡി റിമാൻഡ് ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അപേക്ഷയിൽ കൃത്യമായി 3.5 മണിക്കൂർ നീണ്ട വാദം കേട്ട പ്രത്യേക ജഡ്ജി, അതായത് കാവേരി ബജേവ 8:30 രാത്രി കസ്റ്റഡി അനുവദിച്ച വിധി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഘട്ടത്തിലും താൻ പ്രതിയല്ല എന്നുള്ളത് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല, ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം എന്നത് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ഒരു സംഭവമാണ്. അത് ഒരു കാരണവശാലും ഒഴിയില്ല എന്നുള്ള കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, 3 തവണ നിങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ അധികാരത്തിൻ്റെ അഹങ്കാരത്തിലാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തു വെച്ചത് എന്നാണ് സുനിത കെജ്രിവാൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പത്നി മോദി എല്ലാവരെയും തകർക്കാൻ ശ്രമിക്കുകയാണെന്നതും ഇത് ഡൽഹിയിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നതും നിങ്ങളുടെ മുഖ്യമന്ത്രി എപ്പോഴും നിങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ടെന്നതും അകത്തായാലും പുറത്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെന്നതും അതുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥനായ അദ്ദേഹം ആ ജോലി വലിച്ചെറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ തനിക്കും ഈ രീതിയിൽ തന്നെ, അതായത് ജനസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കണമെങ്കിൽ ജോലി തടസ്സമാണ് എന്ന് മനസ്സിലാക്കി രാജിവെച്ചതും എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പൊതുസമൂഹത്തിന് എല്ലാം അറിയാം, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുനിത കെജ്രിവാൾ അവരുടെ പ്രഖ്യാപനം മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ അവരുടെ സ്റ്റാൻഡ് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, കേസിൽ ഒരു ഘട്ടത്തിലും കെജ്രിവാളിനെ പ്രതിയായി പരിഗണിച്ചിട്ടില്ല എന്നതുകൂടി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഇഡിയുടെ മറുപടി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇത് ശക്തമായി തന്നെ അതിനകത്ത് എവിഡൻഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വൻ പ്രതിഷേധങ്ങൾക്കിടയിൽ ഈ സംഭവത്തിനെ ഒരിക്കലും പൊളിറ്റിസൈസ് ചെയ്യാൻ BJPക്ക് കഴിയില്ല. വിചാരണയ്ക്കിടയിൽ അതിശക്തമായി രക്തസമ്മർദ്ദം കുറഞ്ഞതോടുകൂടി കെജ്രിവാളിനെ കോടതിയിലെ വിശ്രമ മുറിയിലേക്ക് മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. അതുമാത്രമല്ല, കെജ്രിവാളിനെതിരെയുള്ള രാഷ്ട്രീയപരമായ ഗൂഢലക്ഷ്യം വെച്ചുള്ള BJPയുടെ ഈ നീക്കം ഒരു കാരണവശാലും ഒരു രീതിയിലും മുന്നേറ്റം നടത്താൻ അനുവദിക്കില്ല എന്ന് കോൺഗ്രസ് ശക്തമായി തന്നെ പിന്തുണ കൊടുത്തുകൊണ്ട് അറിയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായിട്ടുള്ള ഒരു നേതാവിനെ ഇവിടെ കൃത്യമായും അറസ്റ്റ് ചെയ്യിക്കുക വഴി ഈ രാജ്യത്ത് നടക്കുന്ന ഭരണ വാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. അതായത് ഇത് ഫാസിസത്തിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ അവസ്ഥയാണ് എന്നുള്ളത് കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ തന്നെ പറഞ്ഞു.